ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കേക്കാണ്. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതേസമയം നല്ല ടേസ്റ്റുമാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ് കേട്ടോ. നമ്മളിത് മൈദയോ പഞ്ചസാരയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിനി ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് കേട്ടോ. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ ചലിച്ചെടുക്കുകയാണെങ്കിൽ ഈവനായിട്ട് എല്ലാം ഒന്ന് മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പയിൽ കൂടെ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം എല്ലാ സ്ഥലത്തും എത്തുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ ശർക്കര പൊടിച്ചതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് അങ്ങനെ മെൽറ്റ് ചെയ്ത് എടുക്കുന്നില്ല. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ശർക്കരയൊക്കെ ഒന്ന് അലിയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ പൊടിയിലേക്ക് ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അരിച്ചിട്ട് ഈ ഒരു ഗോതമ്പ് മാവിൻ്റെ ഈ ഒരു മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം കറക്റ്റായിരിക്കണം കേട്ടോ. 1/4 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാണ്. അതിന് മുന്നേ നമ്മളൊരു 1/4 കപ്പ് ഓയിലും കൂടി ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി വാനില എസൻസ് ചേർക്കുകയാണ്. വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം മിക്സ് ചെയ്യരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ ഒരു തിക്നെസ് ഈ ഒരു രീതിക്കായിരിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആവരുത്, ഒരുപാട് കട്ടിയാവരുത് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വെള്ളം 1/4 കപ്പ് ഓയിലും എടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഞാനൊരു കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു കഷ്ണം ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കണം നിർബന്ധമൊന്നുമില്ല. ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും സ്റ്റീൽ പാത്രം ആയാലും മതി. നന്നായിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിന്നത് ബേക്ക് ചെയ്യുന്നത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ചട്ടി ഉണ്ടായിരിക്കുമല്ലോ എല്ലാവരുടെ വീട്ടിലും. പക്ഷേ അലുമിനിയം അതുപോലെ തന്നെ സ്റ്റീലൊന്നും യൂസ് ചെയ്യരുത്. ഇത് ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ. കുറച്ച് ഘനമുള്ള ചട്ടി വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് സ്റ്റവ് കത്തിച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കേക്കിൻ്റെ മോൾഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ സ്റ്റാൻഡ് വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഞാനിപ്പോൾ സ്റ്റാൻഡൊന്നും വെച്ചിട്ടില്ല. ഇനി ഇത് അടച്ച് വയ്ക്കുക കേട്ടോ. അടച്ച് വയ്ക്കുമ്പോഴും ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോവാത്ത വിധത്തിൽ അടച്ച് വയ്ക്കണം. അപ്പോൾ ഈ ഒരു മൂടി വെച്ചിട്ട് അടച്ചപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു മൂടി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വായു ഒട്ടും പുറത്തേക്ക് പോവാത്ത വിധത്തിൽ കറക്റ്റായിട്ട് ഇരിക്കണം മൂടിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിലൊരു ഹോളുണ്ട്. നമുക്ക് ആ ഒരു ഹോളും കൂടി ഒന്ന് അടച്ചു കൊടുക്കുക. ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഹോളിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 50 മിനിറ്റ് നേരം എനിക്കിത് വെക്കേണ്ടി വന്നു കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലല്ല, കുറച്ചും കൂടി തീ കൂട്ടിയിട്ട് ലോ ടു മീഡിയത്തിൻ്റെ ഇടയിൽ നമുക്കിത് ഒരു 50 മിനിറ്റ് നേരം വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറക്കുകയാണ്. തുറന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കാഷ്യൂ നട്ടും അതുപോലെ തന്നെ കുറച്ച് ബദാമും കുറച്ച് പിസ്തയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുകളിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യമേ ഇത് മുകളിൽ ചേർത്താൽ ഇതൊക്കെ കേക്ക് പൊങ്ങി വരുമ്പോൾ നട്ട്സൊക്കെ അടി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തത്. ഇപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. മാവൊന്നും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചട്ടിക്കും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല കേട്ടോ. കരിയെ അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്കിത് എടുത്ത് വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ.
നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ചൂടോടെ കട്ട് ചെയ്താൽ അത് പൊടിഞ്ഞു പോവും. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനും പറ്റും കേട്ടോ. ബട്ടർ പേപ്പറൊക്കെ വയ്ക്കും കൊണ്ട് അടിയിലൊരിക്കലും കരിയൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്. ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഷുഗർ കാരമലൈസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ശർക്കരയുടെ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മൈദയോ ഷുഗറോ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ചൂടാറണം കേട്ടോ. അത് ചെറിയൊരു ചൂടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിലുള്ള ഒരു പാത്രം ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിലും സിമ്പിളായിട്ട് ഇനി ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. താങ്ക് യു.